ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ള ഒരു മനുഷ്യൻ, മഹാനായ പൗലോസ് ഭാഗം 271. വളരെയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് പൗലോസ്. ഏകദേശം 20 വർഷങ്ങൾക്കുള്ളിൽ പൗലോസ് അനുഭവിച്ച കഷ്ടതകളൊരു പട്ടിക തന്നെ താൻ തയ്യാറാക്കി കൊരിന്ത്യർക്ക് നൽകുകയുണ്ടായി. പൗലോസ് ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൾ കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഒന്നു കുറേ 40 അടി 5 വട്ടം പൗലോസിന് ഏൽക്കേണ്ടി വന്നു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു മരണത്തോളമെത്തി. 3 വട്ടം കപ്പൽ ഛേദത്തിൽ താൻ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. താൻ പലപ്പോഴും യാത്ര ചെയ്യുകയും അങ്ങനെ നദികളിലെ ആപത്തും, കള്ളന്മാരിലുള്ള ആപത്തും, സ്വജനത്താലുള്ള ആപത്തും, ജാതികളുള്ള ആപത്തും, പട്ടണത്തിലെ ആപത്തും, കാട്ടിലെ ആപത്തും, കടലിലെ ആപത്തും, കള്ള സഹോദരന്മാരാലുള്ള ആപത്തും ഒക്കെ തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. കൂടുതൽ അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കമിളപ്പ്, പൈതാകം, പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ തനിക്ക് ഭവിച്ചത് കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും തന്നിലെപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, ഇതൊക്കെയാണെങ്കിലും പൗലോസിന് പറയുവാനുണ്ടായിരുന്നത് ക്രിസ്തുവിൽ തന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും തന്നെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുകയാണ്. ആ ജയോത്സവം താനിപ്പോഴും താൻ അനുഭവിക്കുന്നു. പൈശാചിക ശക്തികളെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ വിജയാഘോഷത്തിൽ വിശ്വാസികൾക്കും ലഭിക്കുന്ന ഒരു പങ്കുണ്ട്. അതാണ് പൗലോസ് ഇവിടെ അനുഭവിക്കുന്ന ആ ജയാഘോഷം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, താൻ അനുഭവിച്ച ഈ പീഡനങ്ങളൊക്കെയും താൻ തൻ്റെ ജയാളിയോട് കൂടിയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. മറ്റു നിലയിൽ പറഞ്ഞാൽ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു എന്ന് യേശുവിനെ ചൂണ്ടി പൗലോസ് പറഞ്ഞു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നുവെന്നും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്നും പൗലോസ് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതെ, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ, അതെ, വിശ്വാസികളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നുവെന്ന് പൗലോസ് എഴുതിയത് സ്വന്തം ശരീരത്തെ നമ്മുടെ മുമ്പാകെ കാണിച്ചുകൊണ്ടാണ്. തുടർന്നും പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ അത് കാരണമായി മാറുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എങ്കിലും പൗലോസ് തൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. തൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ തനിക്കുണ്ടായിരുന്നുള്ളൂ. ഡെമോസ്കസ് റോഡിൽ വെച്ച് കിട്ടിയ സുവിശേഷ ജ്യോതിയുമായി ആരംഭിച്ച ആ ഓട്ടം ഇവിടെ പൂർത്തീകരിക്കേണ്ട സമയമെത്തി നിൽക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിനും, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് എല്ലാം ചവർന്നിടുന്ന പൗലോസ് ഇതാ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.